ചില നാറുകളുടെ ആ നേരത്തെ കുത്തിക്കഴപ്പിന് പുറത്ത് സംഭവിക്കാം. അതിപ്പോൾ നമ്മുടെ രാജ്യത്തു നിന്നാവാം, അപ്പുറത്തെ ഏത് രാജ്യത്തു നിന്നാവാം. ഏത് രാജ്യമായാലും ഇന്ത്യ വിട്ട് പുറത്തു വന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന യുദ്ധമില്ല ഒന്നുമില്ല, എല്ലാവരും ഫ്രണ്ട്സാണ്, എല്ലാവരും ചങ്സാണ്. എന്തുകൊണ്ട് നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഓരോരുത്തരും ഇങ്ങനെ യുദ്ധം ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. ഏറ്റവും വലിയ പ്രശ്നം ആയിട്ട് എനിക്ക് തോന്നുന്നത് വിദ്യാഭ്യാസം. അതില്ലാത്തത് എന്നും എപ്പോഴും ഒരു പ്രശ്നമാണല്ലോ. ഇനി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കേസ്, നമ്മുടെ നാട്ടിൽ പോപ്പുലേഷൻ ഭയങ്കര ഹൈ ആയതുകൊണ്ട് തന്നെ യുദ്ധം വരാൻ സാധ്യത നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളെ പാനിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് എയ്ഡിന് വേണ്ട സാധനങ്ങൾ, വെള്ളം അത് അത്യാവശ്യമാണ്. പിന്നെ മരുന്ന് കാര്യങ്ങൾ, അതാണ് പെട്ടെന്ന് സ്റ്റോപ്പ് ആവുക. അപ്പം മരുന്ന് കാര്യങ്ങൾ സ്റ്റോക്ക് ചെയ്യുക, അതുപോലെ വെള്ളം സ്റ്റോക്ക് ചെയ്യുക, അതുപോലെ ഫുഡ് ഐറ്റംസ്, പാക്ഡ് ഫുഡ് ഐറ്റംസ്, കേടാവാത്ത ലൈഫ് കൂടുതൽ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് സ്റ്റോർ ചെയ്യുക. ഡ്രസ്സ്, അതായത് പെട്ടെന്ന് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് ഇപ്പോൾ കഴുകിയാൽ ഉണക്കിയെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഡ്രസ്സ് സ്റ്റോർ ചെയ്യുക, അങ്ങനത്തെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കയ്യെത്താ ദൂരത്ത് അറേഞ്ച് ചെയ്ത് വെക്കുക. അതിൻ്റെ കൂട്ടത്തിലും മെഡിസിൻസും. ഇതല്ലാതെ യുദ്ധം വരാതിരിക്കുക എന്ന് പ്രാർത്ഥിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം അത് ഒട്ടും സുഖമില്ലാത്ത പരിപാടി.